കൊണ്ട് മാറ്റൂലമ്മ. മക്കളെയും പറഞ്ഞ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ വിശ്വസിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവരെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തന്നെയായിരുന്നു അവർ പ്രാധാന്യം കൊടുക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അത്തരം അവരുടെ ആ ഒരു ചെറുത്തുനിൽപ്പിന്റെ, പ്രതിസന്ധികളോടുള്ള ചെറുത്തുനിൽപ്പിന്റെ, ആ പോരാട്ടത്തിന്റെ എല്ലാം ഒരു അടയാളം തന്നെയായിരുന്നു ബിന്ദു. പക്ഷേ അതിപ്പോൾ പാതി വഴിയിൽ അവസാനിച്ചിരിക്കുന്നു എന്നതാണ്. ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെ ഈ പ്രതിസന്ധികൾ മറികടക്കുന്നു എന്ന ചിന്തകൾ എല്ലാവരിലും തന്നെ, അവരുടെ സുഹൃത്തുക്കളിലും എല്ലാവരിലും തന്നെ നിറയുന്നുണ്ടെങ്കിലും ഈ ഒരു സമയവും കടന്നു പോകുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ എങ്കിലും പക്ഷേ അതെങ്ങനെയെന്ന വലിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. കാരണം ഈ വിയോഗം അത് അവരെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ്. തീർച്ചയായും നേരത്തെ വിശുദ്ധൻ പറഞ്ഞതുപോലെ അധികാരമുള്ളവർ അവർ ഒന്ന് കൃത്യമായൊരു ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഈ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനായിട്ട് കൃത്യമായൊരു ഇടപെടൽ നടത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നുണ്ടായില്ല എന്നത് തന്നെയാണ് എല്ലാവരെയും സങ്കടപ്പെടുത്തുന്നത്. ഈ ഒരു മരണം അത് തീർച്ചയായും ഒഴിവാക്കാൻ കഴിയുമായിരുന്നു, അതിൽ ഒരു സംശയവുമില്ല. കാര്യമായ ഒരു ഇടപെടലില്ലാതെ ഒരൊറ്റ വാക്കിൽ എഴുതിത്തള്ളുന്നു, ആ കെട്ടിടം ആളൊഴിഞ്ഞതാണ്, അവിടെ ആരുമില്ല എന്ന്. എന്തർത്ഥത്തിലാണ്, എന്ത് ധാരണയിലാണ്, ആര് പറഞ്ഞിട്ടാണ് ഇതത്രയും പറഞ്ഞത്? അതിനിടയിൽ ഒരു പ്രാഥമികമായ ഒരു പരിശോധനയ്ക്ക് പോലും ആരും തന്നെ തുനിഞ്ഞില്ല എന്നതാണ് ഏറെ ദൗർഭാഗ്യകരമായ കാര്യം. പിന്നീടും അത് വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് ആളുകൾ എത്തുമ്പോൾ പോലും ഇവരുടെ ദുഃഖം, ഈ കുടുംബത്തിന്റെ കണ്ണുനീർ അത് കാണാതെ പോകരുത്. ഇന്ന് രാവിലെ അദ്ദേഹം പ്രതികരിച്ചതുപോലെ എന്നെ ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തോട് ഒരു വരി പറയാൻ പോലും ഒരാളും തന്നെയും അവിടേക്ക് വന്നില്ല. ആശുപത്രിയിലേക്ക് ആ തകർന്ന കെട്ടിടങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ സന്ദർശിക്കാൻ എത്തുമ്പോൾ അതിനടിയിൽപ്പെട്ട് ഒരു ജീവൻ പൊലിഞ്ഞുവെന്ന് എല്ലാവർക്കും അറിയുമ്പോൾ അതാരാണ്, എന്താണ്, എങ്ങനെയാണ്, ആ കുടുംബം അവിടെയുണ്ടോ, എന്തിനാണ് അവിടേക്ക് എത്തിയത് എന്നത് അന്വേഷിക്കേണ്ടതല്ലേ? തന്നെ ഒന്ന് വന്ന് കാണേണ്ടതല്ലേ? തന്നോടൊരു വരി പറയേണ്ടതല്ലേ എന്ന് അവർ ചോദിക്കുന്നു. അതൊന്നും തന്നെ ഇല്ലാത്തതാണ് ആ ഒരു വിശുദ്ധൻ എന്ന ബിന്ദുവിൻ്റെ ഭർത്താവിനെ ഏറെ വേദനിപ്പിക്കുന്നു. ഒരു സമാശ്വാസം പോലുമില്ലാതെ, ഒരു വാക്കുപോലുമില്ലാതെ കടന്നു പോകുന്നു എന്നതാണ്. അവിടെ ഒരു വലിയ പ്രതിഷേധമുണ്ടായതിനു ശേഷമാണ് തെരച്ചിൽ പോലും തുടങ്ങേണ്ടി വന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഇനി ഒരിക്കലും ഒരാൾക്കും ആരിലും ഉണ്ടാക്കരുത് എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ തലയോലപ്പറമ്പിലേക്ക് ഇവിടേക്ക് എത്തുമ്പോൾ ഈ പ്രദേശമാകെ, ഇവിടെ ആകെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ ചെറിയ വഴികൾ അതത്രയും അവരുടെ വീട്ടിലേക്ക്, ബിന്ദുവിൻ്റെ വീട്ടിലേക്ക് അവസാനിക്കുന്ന വഴികളാണ്. ഇവിടെ ഇപ്പോൾ ഈ ആളുകൾ നടന്നെത്തുന്നത് അത്രയും ചെറിയ വഴിയാണ്. വാഹനങ്ങൾ കയറാൻ ബുദ്ധിമുട്ടുള്ള വഴിയാണ്. പലർക്കും തന്നെയും ഇവിടെ അങ്ങനെയൊരു വാഹനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത ആളുകൾ, തീരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആളുകളുമെല്ലാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദൂരം അത്രയും, നേരത്തെ പറഞ്ഞതുപോലെ ഈ ദൂരം അത്രയും നടന്ന് കടന്നു പോയവരാണിവർ. ഈ ജീവിത പ്രതിസന്ധികളെ മറികടക്കുന്നതിന് വേണ്ടി, പ്രാരാബ്ദങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി ഈ വഴികളിലൂടെ നടന്നു പോയവരാണ്. എത്രയോ കാലം, എത്രയോ മഴയും വെയിലുമെല്ലാം തന്നെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരാണ് മറ്റു പലരെ പോലെ തന്നെയും. പക്ഷേ അപ്പോഴുമെല്ലാം തന്നെ ഒരു നിശ്ചയദാർഢ്യം അവർക്കുണ്ടായിരുന്നു. ഈ പ്രതിസന്ധികൾ മറികടന്ന് മുന്നോട്ട് പോകുന്ന ഒരു കാലവും സമയവും ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവർ അത് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് വഴി പിരിയേണ്ടി വന്നിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് തൻ്റെ കുട്ടികളോട് യാത്ര പറയേണ്ടി വന്നിരിക്കുന്നു. ഇനി അമ്മയില്ല എന്നൊരു സത്യത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഭർത്താവിനോട് തൻ്റെ ഉറച്ച എന്നും നിലപാടുകൾക്കൊപ്പം നടന്ന് തനിക്ക് എല്ലാ പ്രോത്സാഹനവും നൽകിയ, തൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം നടന്നിരുന്ന, തൻ്റെ അവശതകളിൽ തന്നെ ചേർത്ത് പിടിച്ചിരുന്ന ഭർത്താവിനോട് യാത്ര പറയേണ്ടി വന്നിരിക്കുന്നു. എല്ലാ അവശതകളിലും മകളെ എന്ന് വിളിച്ച് ഉമ്മ നൽകി യാത്രയച്ചിരുന്ന അമ്മയോട് വളരെ അപ്രതീക്ഷിതമായി ഇപ്പോൾ യാത്ര പറഞ്ഞു പോകേണ്ടി വന്നിരിക്കുന്നു. ആ സങ്കടം എല്ലാവരിലും തന്നെയുണ്ട്. എല്ലാവരുടെ മുഖങ്ങളിലും ഇവിടേക്ക് എത്തുന്ന ആരും തന്നെയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളല്ലാതെ കടന്നു പോയിട്ടില്ല എന്നത് തന്നെയാണ്. 11 മണിക്കാണ് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയാണ്. വളരെ തിരക്കിട്ട കാര്യങ്ങളും ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പോലീസും മറ്റ് പഞ്ചായത്ത് അധികാരികളും എല്ലാവരും തന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പെട്ടെന്ന് കടന്നു പോകാനുള്ള ക്രമീകരണങ്ങളുമെല്ലാം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ രീതിയിലുള്ള
പൊതുദർശന ചടങ്ങുകൾ എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. എന്തായാലും വലിയ സങ്കടങ്ങളുടെ ഒരു തുരുത്തിൽ ഇപ്പോൾ തലയോലപ്പറമ്പിൽ ബിന്ദുവിൻ്റെ വീട് മാറിയിരിക്കുന്നു എന്നതാണ്. കരച്ചിലല്ലാതെ മറ്റൊന്നും ഇവിടെ നിന്ന് പറയുവാനുമില്ല. കാര്യം പതിനൊന്ന് മണിയോടെ പൊതുദർശനം അവസാനിപ്പിക്കാനാണ് ഇപ്പോഴുള്ള ഒരു തീരുമാനം. നേരത്തെ അത് 10 മണിയായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ ദീർഘിപ്പിച്ചു.